ഇത് എനിക്ക് സ്വന്തമായിട്ടൊരു ഫിലിം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പകാലം മുതൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് 1982 എന്റെ വിശ്വാസം, കണ്ണൂര് ഒരു സിനിമയുടെ നസീമ എന്ന് പറയുന്ന നമ്മളെ പഴയ സിനിമാ താരം രാഘവേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ശ്രീ മോഹൻലാൽ അവിടെ അഭിനയിക്കാൻ വന്നിരുന്നു. അന്നൊരു ദിവസം ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്താണ് മോഹൻലാൽ ചേട്ടനെ കാണുന്നത്. കൂടെ ഫിലോമിന ചേച്ചി ഉണ്ടായിരുന്നു, റാണി പത്മിനി ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ബഹദൂറൊക്കെ ഉണ്ടായിരുന്നു. ഇവര് ധന്യ എന്ന് പറഞ്ഞ മോഹൻലാൽ സാറിന്റെ സിനിമ കാണാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പൊ തൊട്ടടുത്ത് അച്ഛൻ കുഞ്ഞ് ഉണ്ടായിരുന്നു. ആ സാറാ പറഞ്ഞത് അവിടെ ഉണ്ട്, പോയി കണ്ടോ. അന്ന് ആദ്യമായിട്ട് ഞാൻ മോഹൻലാൽ സാറിനോടാണ് ചോദിക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരുമോ എന്ന്. അപ്പൊ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പൊ പറഞ്ഞു സംവിധാനം ഡയറക്ടറോട് ചോദിക്കുമെന്ന്, അല്ലെ പ്രൊഡ്യൂസറോട് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറ് മോഹനാട്ടനല്ലേ ഈ പടം പിടിക്കുന്നതെന്ന്. അല്ല, പ്രൊഡ്യൂസറാണ്, വേറെയാണ്. അപ്പൊ എന്റെ ഒരു ചോദ്യമാണ്, മോഹനാട്ടൻ പടം പിടിക്കുമ്പോ, ഈ മോഹനാട്ടൻ എന്ന് പറയാൻ മോഹൻലാൽ സാറിനെ അങ്ങനെ വിളിച്ചത്, മോഹനാട്ടൻ പടം പിടിക്കുമ്പോ എനിക്കൊരു ചാൻസ് എന്റെ അടുത്ത് ഗേറ്റില്, ആ വീട്ടിന്റെ ഉള്ളിലായിരുന്നു, ഗേറ്റിലേക്ക് വരുന്നു, എനിക്ക് കൈ തരുന്നു, എന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് പറയാണ് ഞാൻ പടം പിടിക്കുമ്പോൾ തീർച്ചയായും ഒരു അവസരം തരാം. അപ്പൊ ബഹദൂർക്ക് പറഞ്ഞാണ് ഈ ഷൂട്ട് കഴിഞ്ഞപാട് മദ്രാസിൽ ഇവന്റെ കൂടെ പോയിക്കോ, അവൻ അവിടുന്ന് പടം ചെയ്യാൻ പോവാണ്, ചാൻസ് കിട്ടുന്നു. എങ്കിലും മോഹൻലാൽ സാറ് പിൽക്കാലത്ത് വലിയൊരു പ്രൊഡ്യൂസറായി. ഞാനത് അയാളുടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ, ദുബായിൽ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരെ എനിക്കൊരു ചാൻസ് തന്നിട്ടില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംബീഷനാണ് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. ഞാൻ ഒരുപാട് സിനിമക്കാരുടെ പോയി ഫിലിം അഭിനയിക്കാൻ അവസരം തെണ്ടിയിട്ടുണ്ട്. പലരും എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ബുദ്ധിമുട്ടുകൊണ്ട് ചോദിച്ചു വാങ്ങിയതായിരിക്കും, അത് തിരിച്ചു തന്നിട്ടില്ല. ഞാൻ അത്രേ കണക്കാക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് അവസരം, ഒരു ചാൻസ്, ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കാൻ ഒരു ചാൻസ് ഓരോരോ മനുഷ്യനും ഓരോരോ അംബീഷനാണ്. ഞാൻ എന്റെ ഫാമിലി, എന്റെ ഭാര്യ, മക്കളെയൊക്കെ പഠിപ്പിച്ച് ഗൾഫിൽ ജോലി ചെയ്ത് പഠിപ്പിച്ച് അവരെയൊക്കെ ഒരു ലെവലാക്കി ഇന്ന് എന്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ ഈ IFFK ന്റെ 30ാം ഫൈനൽ, അല്ലെങ്കിൽ ഇവിടെ ഇത് പേക്കപ്പ് അല്ലെ ഇതിന്റെ ഫൈനൽ ഡേയിൽ ഞാൻ ഈ പിടിച്ചു നിൽക്കേണ്ടി വന്ന എന്റെ ഒരു അംബീഷൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. അത് എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ എന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു സിനിമയിൽ, ഒരേ ഒരു സിനിമയിൽ എനിക്കൊരു ചാൻസ്, ഒരു നല്ല വേഷം ചെയ്യണം. ഞാൻ ഒരുപാട് സിനിമയിൽ ഇതുപോലെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പിടിച്ചു നിർത്തിയിട്ട് പല സംവിധായകരും എനിക്ക് അവസരം തന്നിട്ടുണ്ട്. കണ്ണു കൂട്ടിപ്പോയ തിയേറ്ററിൽ നമ്മളെ ആ പോർഷൻ കവർ കടന്നു പോകും. അപ്പൊ അതല്ല, ഒരു നല്ല വേഷം ആരും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നന്നായി ചെയ്തിട്ടുള്ളതെന്ന് പറയുന്ന ഒരു വേഷത്തിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ കണ്ണൂരിനെ ഞാൻ ഇത് എഴുതി പിടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല മനസ്സുള്ള ഒരുപാട് സംവിധായകരും പ്രൊഡ്യൂസറും ഉണ്ട്. ദൈവം മനസ്സിൽ കുടിയേറുന്ന ആൾക്കാരുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാള് എനിക്കൊരു അവസരം തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ആരെങ്കിലും എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.